ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന മാതിരിയുടെ 158 എപ്പിസോഡിലേക്ക് വാത്സല്യ സഹോദരങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനം സാഹിത്യ പഠനമായും ആത്മീക വഴുത്താരയായും ജീവിതഗന്ധിയായും സംവേദിപ്പിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ഹൃദ്യമായ വാക്കുകളും പഠനങ്ങളുമാണ്. പല കാലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കോറിയിട്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്നും നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്നു. ഏത് ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും സംസ്കൃതിയിലും ഉള്ളവർക്കും പഠിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും സങ്കീർത്തനങ്ങളിലെ ഓരോ വരികളും ഓരോ വാക്കുകളും ഇന്നും പ്രചോദനമാകുന്നു എന്നുള്ളത് അത്ഭുതാവഹമായ ഒരു സംഗതിയാണ്. അതിൻ്റെ തുടർച്ചയായി ഈ പുതുപുത്തൻ നൂറ്റാണ്ടിലും കാലഘട്ടത്തിലും നമ്മളതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു ശുദ്ധീകരണവും ശക്തീകരണവും അതിലൂടെ വ്യക്തിഗതമായി തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അനുഭവങ്ങൾ പലരിൽ നിന്നും കേൾക്കുവാൻ ഇടയാകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ 38 സങ്കീർത്തനം 15 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. യഹോവേ, നിന്നിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എനിക്കെതിരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴാറായിരിക്കുന്നു. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യം ഏറ്റുപറയുന്നു. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ഈ വാക്യങ്ങൾ ആദ്യമായി നമ്മൾക്ക് അല്പമായി ചിന്തിക്കാം. 38 സങ്കീർത്തനത്തിൻ്റെ ഈ ഭാഗങ്ങൾ സങ്കീർത്തനക്കാരനും ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വളരെ നിരാശയോടും വേദനയോടും ദുഃഖത്തോടും കൂടി തൻ്റെ പ്രാരാബ്ദങ്ങൾ ഓരോന്നും ദാവീദ് ദൈവത്തോട് സംവേദിക്കുന്നു. അത് വെറുമൊരു സംവേദനമല്ല, ഒരു വലിയ മനസ്സ് തുറക്കലാണ്. ആരോടും പറയാനില്ലാത്തവന് എല്ലാം പറയാനും കേൾക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരുവൻ്റെ മുൻപാകെ പറയുന്ന അതിൻ്റെ പൂർണ്ണതയോടെയുള്ള ഒരു സമർപ്പണം സ്രഷ്ടാവിൻ്റെ മുൻപാകെ സൃഷ്ടി നടത്തുകയാണ്. ഇതിന് മുൻഭാഗത്തൊക്കെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു, ഞാൻ ചെകിടനെപ്പോലെ മൂകനെപ്പോലെ എതിരികൾക്ക് മുൻപിൽ കേൾക്കാതെയും കാണാതെയും പ്രതിവാദമില്ലാത്തവനെ പോലെയും ഒക്കെ ഇരുന്നു എന്ന് നമ്മൾ കേട്ടു. പക്ഷേ ഇതിൽ അല്പം കൂടി വ്യത്യസ്തമായി അതിൻ്റെ കാരണമാണ് ദാവീദ് പറയുന്നത്. യഹോവേ, നിന്നിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എനിക്കെതിരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴാറായിരിക്കുന്നു. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യം ഏറ്റുപറയുന്നു. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. അതായത് മനുഷ്യൻ്റെ മുൻപിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും മൂകനെ പോലെയും ബദിരനെ പോലെയും ചെകിടനെ പോലെയും ഒക്കെ ആയെങ്കിലും ദൈവത്തിൻ്റെ മുൻപാകെ ദാവീദ് സജീവനായിട്ട് പറയുകയാണ്, മറുപടി പറയുകയാണ്. അവൻ സജീവനാകുകയാണ്.
പറഞ്ഞിട്ട് മറുപടി ഇല്ലാത്തവൻ്റെ മുമ്പാകെ പറഞ്ഞിട്ട് കാര്യമെന്താണ്? പടക്കം പൊട്ടിച്ചാലും പൂത്തിരി കത്തിക്കുന്നു എന്ന് പറയുന്നവൻ്റെ മുമ്പാകെ മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിട്ട് എന്താണ് കാര്യം? ലോകത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ചിലതിനോടൊക്കെ ഭയങ്കരമായ കേൾവിയാണ്, ചിലതിൻ്റെ മുൻപാകെ മൂകത അനുഭവിക്കും, ബധിരത്വം അഭിനയിക്കും, കേൾക്കാത്തവരെ പോലെ കടന്നു പോകും. ലോകം മുൻപാകെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം, ലോകം പറയുന്നതെല്ലാം കേൾക്കാൻ ചെവി കൂർപ്പിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ നിന്ന് പറയുന്നത് കേൾക്കാനോ ദൈവത്തോട് സംവേദിക്കാനോ സമയം കാണത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ദാവീദ് നമ്മളോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, വെറുതെ നീ എന്തിനാ സമയം കളയുന്നേ? കുറ്റം പറയുന്നവൻ്റെ മുമ്പാകെ ഞാൻ അങ്ങനല്ല എന്ന് പറയുന്നതിൻ്റെ 1000-ലൊരംശം സമയം കൊണ്ട് എൻ്റെ ദൈവമേ നീ ഇത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എത്രയോ വലിയ അനുഭവമാണ്. ദൂഷിക്കുന്നവൻ്റെ മുൻപാകെ ആ ദൂഷണവിധികളെല്ലാം കേട്ട് ഡയറി എഴുതുന്ന മനോഭാവത്തിൽ നിന്നും എൻ്റെ ദൈവമേ ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് ഒരു വാക്ക് സമ്മതിക്കുകയാണെങ്കിൽ എത്രയോ ഭാഗ്യമുള്ള അനുഭവമാണ്. ഇന്ന് നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? പറയുന്നതിൻ്റെ ഇരട്ടി മറുപടി പറയുന്നു, കേൾക്കുന്നതിൻ്റെ ഇരട്ടി കേൾക്കുന്നു എന്ന് നടിക്കുന്നു. നമ്മളെക്കുറിച്ച് ഒരുവൻ 10 കാര്യങ്ങൾ ദുഷിച്ചു പറഞ്ഞാൽ 100 ദുഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ള ലോകത്തിലാണ് പ്രിയമുള്ളവരെ ഒരു കൊച്ചു പ്രാർത്ഥന. ദൈവമുഖത്തേക്ക് നോക്കുക. ഒരുവൻ നമ്മളെ കടിച്ചു കീറാൻ വരുമ്പോഴും ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റിയാൽ അത് ഭാഗ്യമാണ്. എടാ, അവൻ കടിച്ചു കീറാൻ വന്നാലും ഞാൻ നിൻ്റെ മുമ്പിലുണ്ടല്ലോ. ഇവിടെ സങ്കീർത്തനക്കാരൻ ഒരു വാക്ക് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു, യഹോവേ നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ നീ ഉത്തരമരുളും. ഞാൻ ഇടറി വീഴാറായിരിക്കുന്നു, എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ദൈവം മുമ്പിലിരിക്കുകയാണ്. കടിച്ചു കീറാൻ ഹിംസ്രമൃഗങ്ങളെപ്പോലെ 1000 ഓടിയടുക്കുമ്പോഴും എൻ്റെ ബലവാനാ ദൈവം എൻ്റെ മുൻപിലുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്ന് വാഗ്ദാനം ചെയ്തവൻ നിൻ്റെ മുമ്പിലുണ്ട്. ഈ ഒരു നല്ല പ്രതീക്ഷയും പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ വീണു പോകത്തില്ല പ്രിയമുള്ളവരെ. ഈ ലോകത്തിലെ എല്ലാം കൂടെ നോക്കിയാലും ഉണ്ടാക്കാവുന്ന ശബ്ദകോലാഹലത്തിന് ഒരു ലിമിറ്റേഷനുണ്ട്. ദൂതന്മാരുടെ ആർപ്പിൻ്റെ മുൻപിൽ, ഒരു ഗണം ദൂതന്മാരുടെ ആർപ്പിന് മുൻപിൽ 1 കോടി ജനങ്ങളുടെ അട്ടഹാസങ്ങളുടെ ശബ്ദത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നെ നിങ്ങളെയും ആരെങ്കിലും 5, 6, 10 പേര് ദുഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമോദിത്തുരുന്ന 1000കണക്കിന് ദൂതഗണങ്ങളുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ പറ്റും. 1000കണക്കിനും കോടിക്കണക്കിനുമായ ദൂതന്മാരുടെ സ്തുതി ചൊവ്വാകപ്പെട്ട സ്തുതിഗീതങ്ങൾ, പൂർവ്വപിതാക്കന്മാരുടെ വിശുദ്ധിയിൽ അധിഷ്ഠിതമായ, തിരുവചനത്തിൽ അധിഷ്ഠിതമായ സാക്ഷ്യങ്ങൾ, വചനങ്ങൾ, ഇതൊക്കെ നമ്മളെ ശക്തീകരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമുക്കുണ്ടായ വീഴ്ചകളുടെ ആഴത്തെക്കുറിച്ചല്ല, നമുക്കുണ്ടായിട്ടുള്ള ശാപങ്ങളുടെ സാക്ഷ്യങ്ങളെ പറ്റിയല്ല, ഓർമ്മപ്പെടുത്തലുകളെ പറ്റിയല്ല നാം ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ലോകത്തിൽ ഒരുവനും തരാത്ത വാഗ്ദാനം നൽകുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവപുരുഷന്മാരുടെ വാക്കുകൾ, പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വാക്കുകൾ നമുക്കൊരു ശക്തി നൽകണം. ഇവിടെ ദാവീദ് പലപ്പോഴും മുൻപിൽ പറഞ്ഞു, ഞാൻ ദുഃഖിച്ച് കൂനി നടക്കുകയാണ്, എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, സ്നേഹിതന്മാർ ഓടി ഒളിക്കുന്നു, പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, നശിപ്പിക്കാൻ നോക്കുന്നു, കടി വയ്ക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മളും ഇതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അങ്ങ് എഴുതി വെച്ചു.
ഓർമ്മയുള്ള കാലം തൊട്ട് എന്നെ നിങ്ങളെയും ശപിച്ചിട്ടുള്ള ശാപവാക്കുകൾ മാതാപിതാക്കളോ മുതിർന്നവരോ ഗുരുക്കന്മാരോ സ്നേഹിതരോ ചാർച്ചക്കാരോ കൂടെ പണിയുന്നവരോ നാട്ടുകാരോ പറഞ്ഞതെല്ലാം ഓർമ്മയിൽ വരുന്നതൊക്കെ നമ്മൾ എഴുതി വെച്ചോ? അതിനിപ്പുറത്തൊരൊറ്റ വാക്ക് മാത്രം എഴുതിയാൽ മതി. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട എന്നുള്ളവർ ഒറ്റ വചനമുണ്ടെങ്കിലുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഈ ആയിരക്കണക്കിന് ശാപങ്ങളൊന്നും പ്രശ്നമല്ല. ലോകം നമ്മളോട് എത്ര ശപിച്ചാലും എന്താ പറയാൻ പറ്റുന്നത്? നീ മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ച് പോകും, നീ അങ്ങനെ പോകും, ഇങ്ങനെ പോകും, നിനക്ക് പഴുത്തളിഞ്ഞു പോകും. ഇതിൽ കൂടുതൽ പറയാൻ എന്തുവാ ഉള്ളത്? പഴുത്തളിഞ്ഞു പോകും. ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. സമാധാനം കിട്ടത്തില്ല, നീ അനുഭവിക്കും. സമ്മതിച്ചു, ലോകം പറഞ്ഞോട്ടെ, നിനക്കൊന്നും കിട്ടത്തില്ല. പക്ഷേ ദൈവം ഒറ്റ വാക്ക് പറയുന്നത് കേട്ടാൽ മതി. നിനക്ക് ഞാനൊരു രാജ്യം, ഒരു ഭവനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിന്നെ എന്നോടൊപ്പം ഇരുത്തും, ഞാനിരിക്കുന്നിടത്ത് ശുശ്രൂഷക്കാരനും ഇരിക്കും. എടാ, ലോകം നിനക്കൊന്നും കിട്ടത്തില്ല, നിനക്ക് ഇന്ന പദവി കിട്ടത്തില്ല, നിന്നെ ഞാൻ ഇന്നടത്ത് എത്തിക്കത്തില്ല. എൻ്റെ ദൈവം പറയുകയാണ്, പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ കിരീടം ധരിപ്പിക്കും, നിന്നെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഒരു സിംഹാസനവുമില്ലെങ്കിലും എന്നോടൊപ്പം ഇരുത്തും. ദൈവം തന്നോടൊപ്പം ഇരുത്തുമെന്ന് വാഗ്ദാനം ലഭിച്ച മനുഷ്യൻ ലോകത്തിൻ്റെ കിരീടമോ സിംഹാസനമോ പദവികളോ കിട്ടിയില്ലെങ്കിൽ എന്തിനാ നിരാശപ്പെടുന്നത്? നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവം വെച്ചുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ നോട്ടം എപ്പോഴും നിങ്ങളിരിക്കുകയാണ്, എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എനിക്കെതിരെ വമ്പു പറയുമല്ലോ എന്നും ദാവീദ് സാക്ഷിക്കുന്നു. ഞാൻ ഇടറി വീഴാറായിരിക്കുന്നു. ഇടറി വീഴാറായിരിക്കുന്നുവെന്നാണ് ദാവീദ് പറഞ്ഞത്. ഇത്രമാത്രം വേദനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകനും നബിയുമായ ദാവീദ് പറഞ്ഞു, ഇടറി വീഴാറായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇടറി വീഴാറായവർ ഒത്തിരി പേരുണ്ട്. ഇടറി വീഴുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുള്ള പ്രതീക്ഷയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. നീ ഇടറി വീഴത്തില്ല. നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ല, ചവിട്ടുവാനുള്ള ഒരു പ്രതലമില്ല, പിടിക്കുവാനുള്ള ഒരു കൈയില്ല, താങ്ങാനുള്ള ഒരു താങ്ങലില്ല, ഒരു ചെറിയ തണൽ പോലും ഇല്ലാതിരിക്കുക. പക്ഷേ ഇടറി വീഴാറായാലും അതിനപ്പുറമായ ഒരു താങ്ങലുമായി ദൈവം നമ്മളോടൊപ്പമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ആ സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യം ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ഇതുവരെയും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ഓർത്തോണം, അനുതാപത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തോട് സംവേദിക്കുന്ന ഭക്തൻ ദൈവത്തോട് സ്വാതന്ത്ര്യത്തിൽ താൻ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെക്കുറിച്ച് ഓരോന്നും പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യം ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതാനുഭവത്തിലെ ഒരു അനുഭവം ഇതാ വരൾച്ച നിറയുമ്പോഴും തല കുനിയുമ്പോഴും ബലഹീനതകൾ ഉണ്ടാകുമ്പോഴും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർത്തുമ്പോഴും ഒരു ശക്തി നമ്മളെ നയിക്കണം. അതൊരു പശ്ചാത്താപത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ അകൃത്യം നിന്നോട് ഏറ്റുപറയും, പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. ചിലതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള ശക്തീകരണ പാതകളാണ്. നാം നേരിടുന്ന ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ചോണം. ഇതൊക്കെ രക്ഷണീയ മാർഗങ്ങളാണ്. ചിലതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും ധ്യാനിപ്പിക്കുന്നതും ഒക്കെ ചില കഷ്ട അനുഭവങ്ങളിലൂടെയാണ്, ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്, വേദനയുടെ അനുഭവത്തിലൂടെയാണ്.
അപ്പോൾ ദാവീദ് പറഞ്ഞത് എന്നെ പീഡിപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ, നൊമ്പരപ്പെടുത്തുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചല്ല. അതൊക്കെ അങ്ങ് മറന്നു, ഒരു നിമിഷം കൊണ്ട് മറക്കുകയാണ്. അതായി ഈ സങ്കീർത്തനക്കാരൻ്റെ ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിത തലമെന്ന് പറയുന്നത് അതാ കേട്ടോ. ജീവിതത്തിൽ എന്തൊക്കെ നൊമ്പരങ്ങളുണ്ടായാലും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കരഞ്ഞാലും അതിന് പ്രതിവിധിയായിട്ട് പകരം വീട്ടാതെ അയ്യോ ഞാൻ എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഓർത്ത് കരയും, പശ്ചാത്തപിക്കും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പശ്ചാത്താപത്തിൻ്റെ വഴുത്താരകളാണ്, കണ്ണുനീരിൻ്റെ വീഴ്ചകളാണ്, ദൈവത്തെ ഒന്നുകൂടി അറിയാനുള്ള ഒരു അനുഭവങ്ങളാണ്. ഒരു രോഗമോ ദുഃഖമോ വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഒരു പ്രതിസന്ധി വരുമ്പോഴും ചിന്തിക്കണം. അവനത് ചെയ്തതുകൊണ്ട് നിനക്ക് വന്നു എന്ന് ചിന്തിക്കണ്ട. നമ്മളൊക്കെ ഒന്നുകൂടി ഒരു റീതിങ്ക് ചെയ്യാനുള്ള സാഹചര്യമാണ് ഇവിടെ ദാവീദ് പറയുന്നത്. ഇതുവരെയും തൻ്റെ വേദനകൾ, തന്നെ ഉപദ്രവിക്കുന്നവരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞ ദാവീദ് പെട്ടെന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വഴുത്താരെ വിട്ടുപിടിക്കുകയാണ്. ഞാൻ എൻ്റെ അകൃത്യത്തെക്കുറിച്ചും എൻ്റെ പാപത്തെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു, നിന്നോടത് ഏറ്റുപറയും ദൈവമേ. നമ്മൾ ആലോചിച്ച് നോക്കിക്കോ, ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഓർക്കും എല്ലാം ഒരു കോയിൻസിഡൻസ് ആണെന്ന് നമ്മൾ തോന്നിപ്പോകും കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തോട് ചെന്ന് കയറുന്നു, പെട്ടെന്ന് കറണ്ട് പോകുന്നു, കയ്യിലൊരു ഗ്ലാസ് തരുന്നു, താഴെ വീണ് പൊട്ടിപ്പോകുന്നു. ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറയാൻ തുടങ്ങുന്നു, അവർ കേൾക്കുന്നില്ല, ശ്രുതി മാറിപ്പോകുന്നു, താളം തെറ്റിപ്പോകുന്നു, ചെയ്യുന്നതൊക്കെ പരാജയമാണെന്ന് തോന്നുന്നു. അറിയാത്ത രീതിയിലുള്ള, ഒരിക്കലും സംഭവിക്കാത്ത സംഭവങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ നമുക്ക് തോന്നും ഇത് കോയിൻസിഡൻസാണ്. ശരിയാണ്, ഇതൊക്കെ പറ്റാം, എനിക്ക് നിങ്ങൾക്കുമൊക്കെ പറ്റാം. ഞാനും കടന്നു ചെന്നുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ കറണ്ട് പോയെന്ന് വരാം, ശബ്ദം നിന്ന് പോയെന്ന് വരാം, പറയാൻ പറ്റാതെ പോയെന്ന് വരാം. ഇതൊക്കെ ജീവിതത്തിൽ പറ്റുന്നതാണ്. പക്ഷേ ഇത് മറ്റുള്ളവരൊന്നും പറഞ്ഞില്ലേലും മറ്റുള്ളവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. നമ്മളൊരു സ്റ്റേജിലോട്ട് ചെന്നൊരു കാര്യം പറയാൻ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കറണ്ട് പോയാൽ മറ്റുള്ളവർ ചിരിക്കും. അവർ പ്രത്യേകിച്ച് ചിലപ്പോൾ ചിന്തിക്കത്തില്ല. ചിലപ്പോൾ തമാശ പറയുന്നവർ പറയും, കണ്ടോ അങ്ങേര് കയറിയപ്പോഴത്തേക്ക് ലൈറ്റും പോയി, അല്ലെങ്കിൽ സാധനം കയ്യിലെടുത്തപ്പോഴത്തേക്ക് താഴെ വീണ് പോയി. തമാശയൊക്കെ പറയുന്നവർ കാണും. അതിനപ്പുറത്തായിട്ടൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ അങ്ങനെയൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ ആരെയും നിന്ദിക്കാനും ദുഷിക്കാനുമില്ല. പക്ഷേ നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ചോണം, എടാ എന്തോ സംതിങ് ഉണ്ട്, എന്താ അതിൻ്റെ കാരണം? നമ്മൾ ഒന്നുകൂടി പുറകിലോട്ട് തിരിഞ്ഞു നോക്കണം. എന്തൊക്കെയോ നമ്മളെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്, എന്തൊക്കെയോ പിന്തുടരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ, നമുക്ക് മറ്റുള്ളവർക്കായിരിക്കും അടി കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുകയാണ്. സംസാരത്തിലോ ജീവിതത്തിലോ ശൈലിയിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്തിരിയേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. അത് മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ എപ്പോഴും പഠിപ്പിക്കുന്നത്, വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണം. ദാവീദ് തന്നെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, അനുഭവങ്ങൾ സംഭവിച്ചപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഭയത്തോടും ഭക്തിയോടും സമർപ്പണത്തോടും പറയുകയാണ്, ദൈവമേ എൻ്റെ അകൃത്യങ്ങളൊക്കെയും ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു, അവയെപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുകയാണ്, പാപങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നു. നിൻ്റെ മകനെന്ന് പറയാനുള്ള യോഗ്യതയില്ല. ഒരു ദാസനെ പോലെ സ്വീകരിക്കണം. ആ ഒരു ചിന്താധാര ജീവിതത്തിൽ നമ്മളെ നയിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കാരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ച ജീവപാതയെന്നു മോടും ഞാൻ.
താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ച ജീവപാതയെന്നു മോടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. വീണ്ടും ആ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു നിർത്തുകയാണ്. 38-ാം സങ്കീർത്തനം 19 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവരാകുന്നു, കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുന്നതിനാൽ അവർ എനിക്ക് പ്രതിയോഗികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയാകുന്ന ദൈവം യഹോവേ, എൻ്റെ സഹായത്തിനായിട്ട് വേഗം വരണമേ. എൻ്റെ രക്ഷയാകുന്ന യഹോവേ, എൻ്റെ സഹായത്തിനായി വേഗം വരണമേ. ഈ 38-ാം സങ്കീർത്തനത്തിൻ്റെ അനുതാപ സങ്കീർത്തനത്തിൻ്റെ ജ്ഞാപക സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തൻ്റെ ജീവിതത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, തന്നെ ഉപദ്രവിക്കുന്നവരുടെ അനുഭവങ്ങൾ ഒക്കെ പറഞ്ഞ ദാവീദ് ഒരു ഘട്ടം കൂടി കടന്നു പറയുകയാണ്. എൻ്റെ ശത്രുക്കളായിട്ടുള്ളവർ ജീവനും ബലവുമുള്ളവരാണ്, കാരണം കൂടാതെ വെറുക്കുന്നവർ പെരുകിയിരിക്കുകയാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്, ഒരന്വേഷണം കൂടിയാണ്. ജീവിതാനുഭവങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എതിരികളും എതിരാളികളും എങ്ങനെയുള്ളവരാണ്? ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്? ദാവീദ് വായനക്കാരുടെ മുൻപാകെ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. ദൈവവുമായിട്ട് സംവേദനം നടത്തിയ ദാവീദ് ഒരു കാര്യം കൂടി വീണ്ടും പറയുകയാണ്. ശത്രുക്കൾ ജീവനും ബലവുമുള്ളവരാണ്, കാരണം കൂടാതെ വെറുക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഒന്നാമത്തത്, ശത്രുക്കൾ ജീവനും ബലവുമുള്ളവർ എന്ന് പറയുമ്പോൾ എതിരാളികളുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ശക്തമായ ഉയർത്തിക്കാണിക്കലാണ്. അവർക്ക് ജീവനുണ്ട്, ബലമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന എതിരാളികളും ദാവീദ് ആ എതിരാളികളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതും ഒരു നിമിഷം ധ്യാനിക്കണം. ജീവനും ബലവുമുള്ള എതിരാളികൾ, അത് ഭൗതികമാകാം, ആന്തരികമാകാം, മനുഷ്യർ മാത്രമാകണമെന്നില്ല. ജീവനുണ്ടെന്ന് വെച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ കാണിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. മനുഷ്യരിലുമുണ്ട്, ആന്തരികമായ അനുഭവങ്ങളിലുമുണ്ട്. ജീവനുള്ള എതിരാളികൾ, ബലമുള്ള എതിരാളികൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവനുണ്ടെന്ന് കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനുഷ്യരാണെങ്കിൽ മനുഷ്യർക്ക് എതിരാളികളായിട്ടുള്ളവർക്ക് ജീവനുണ്ട്. ഇനിയും പ്രത്യേകിച്ച് ജീവനുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ജീവനുള്ളതും ജീവനെടുക്കാൻ ശക്തിയുള്ളതുമായ എതിരാളികൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന് ദാവീദ് പറയുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അത് ഒരു വലിയ മുന്നറിയിപ്പാണ്. എന്നെ എതിർക്കുന്നവർ ജീവനും ബലവുമുള്ളവർ, ബലമില്ലാത്തവരല്ല. എന്തെങ്കിലുമൊക്കെ എതിർപ്പുകളും പ്രതിസന്ധികളും വരുമ്പോൾ ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, ഓ അവൻ എന്തോ എടുക്കാനാ, എൻ്റെ മുമ്പിൽ അവനൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഭൗതികമായിട്ട് നോക്കിയാലും നമുക്ക് അതിനെക്കുറിച്ച് ആ രീതിയിൽ പറയാൻ പറ്റും, ഓ അവനൊന്നും ചെയ്യാനില്ല. പക്ഷേ ബലമുള്ളവരാ, നമ്മൾക്കെതിരിടാൻ പറ്റാത്തവരായ ആൾക്കാരുണ്ട്. ജഡത്തിൻ്റേതായ എതിരുകൾ ഒത്തിരിയുണ്ട്. ശത്രുക്കൾ മനുഷ്യർ മാത്രമല്ല, നാം തന്നെ ചിലപ്പോൾ നമുക്ക് ശത്രുക്കളായിട്ട് മാറും, ഉപദ്രവിക്കുന്നവരായിട്ട് മാറും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒരുപാടുണ്ട്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ ജീവൻ പ്രാപിക്കും കേട്ടോ. നമ്മൾ ആലോചിക്കും, ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ഇവയ്ക്കൊക്കെ എങ്ങനെ ജീവൻ കിട്ടുമെന്ന്. ജീവനുള്ളവരിലൂടെ, ജീവൻ്റെ പ്രതിബിംബമായവരിലൂടെ ഇവയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവയ്ക്കും ജീവൻ വരും.
നിരാശയ്ക്ക് പോലും ജീവൻ വരും, അസമാധാനത്തിന് ജീവൻ വരും, കുശുമ്പിന് ജീവൻ വരും, ജഡിക ആസക്തികൾക്ക് ജീവൻ വരും. ജീവനും ബലവുമുള്ള എതിരാളികൾ, പൈശാചിക എതിരുണ്ട്. ഈ ലോകത്തിൻ്റെ വലിയ ശത്രുവായ സാത്താൻ്റെ എതിരുണ്ട്. സാത്താനെ സംബന്ധിച്ചിടത്തോളം സാത്താൻ എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്. പക്ഷേ ജീവനെന്ന് പറയുന്നത് ഇല്ലാത്തവനവൻ. ജീവൻ കൊടുക്കാൻ പറ്റാത്തവനും ജീവൻ ഇല്ലാത്തവനുമാ സാത്താൻ. സാത്താൻ നിഴൽ പോലെയുണ്ട്, ശക്തനാണ്. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു വലിയ ഭാഗ്യമാണ്, സൃഷ്ടിക്ക് നൽകിയിട്ടുള്ള ഭാഗ്യമാണ് ജീവൻ എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. സാത്താൻ ഇല്ലാത്തത് ഈ ജീവനും നിത്യജീവനുമാണ്, നിത്യ അനുഭവമാണ് സാത്താനില്ലാത്തത്. സാത്താനും കൂട്ടർക്കുമുള്ളത് വലിയ തീപ്പൊയ്കയാണ്. അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയ തീപ്പൊയ്കയാണ്. ജീവനും ബലവുമുള്ള എതിരാളികളുടെ ഇടയിൽ നമ്മൾ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവനിൽ പ്രത്യേകിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും ജീവനും ബലവുമുണ്ട്. നിങ്ങളും ഞാനും ഈ ജീവനും ബലവും വെച്ച് ആർക്കും എതിരാളികളാകരുത്. ഈ ജീവനും ബലവും വെച്ച് അകാരണമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാകരുത്. സങ്കീർത്തനക്കാരൻ അവസാനം പറഞ്ഞു നിർത്തുന്നത് ഒരു വലിയ സാക്ഷ്യമാണ്. അല്ലയോ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മക്കളെ, ഞാൻ ഈ ഉപദ്രവിക്കുന്നവരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളാരും ഇതുപോലെയുള്ളവരായി തീരരുത്. ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഇന്ന് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുന്നു, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും കാണാപ്പാടം അത് പഠിച്ച് പ്രാർത്ഥിക്കണം. ഏത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരും രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് വരുമ്പോഴും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. യഹോവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. 38-ാം സങ്കീർത്തനം 21, 22 അവസാനിപ്പിക്കുന്നത് അങ്ങനെ. ദൈവമേ, നീ എന്നെ കൈവിടരുതേ, എന്നോട് അകന്നിരിക്കരുത്. എൻ്റെ രക്ഷയാകുന്ന യഹോവേ, എൻ്റെ സഹായത്തിനായി വേഗം വരണമേ. അവൻ വേഗം വരും. നമ്മളുടെ പ്രതീക്ഷ അതാണ്. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. അവൻ്റെ വരവ് സമാഗതമായിട്ടുണ്ട്. വിശ്വാസി പ്രാർത്ഥിക്കും, ദൈവമേ വേഗം വരണമേ. എത്ര മന്ത്രം ചൊല്ലിയാൽ വിളിച്ചു വരുത്തുന്ന ചാത്തന്മാരുടെ കഥകൾ വായിക്കുന്ന കാലഘട്ടത്തിൽ, അതിശയങ്ങളുടെ പിന്നാലെ പോകുന്ന കാലഘട്ടത്തിൽ, വേഗം വരണമേ എന്ന് പറഞ്ഞാൽ, വിളിച്ചാൽ വിളി കേൾക്കുന്നവനെ വിളിക്കുകയും അവനെ പിന്തുടരുകയും ചെയ്യുവാൻ നമ്മൾക്ക് തയ്യാറാകണം. ഏത് പ്രതിസന്ധിയിലോ ദുഃഖത്തിലോ രോഗത്തിലോ ആയിരുന്നോട്ടെ, വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ വേഗം വരണമേ. അവൻ വരും, അവൻ പ്രത്യാശ തരും, സന്തോഷം തരും. ആ സന്തോഷം എല്ലാവരെയും ശക്തീകരിക്കട്ടെ, അതിനുതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വലങ്കരം നീട്ടി എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.